നമസ്കാരം. വരൂ, നമുക്ക് ഭാഗവതം പഠിക്കാം. അതിൻ്റെ എപ്പിസോഡ് ഇവിടെ സമാരംഭിക്കുകയാണ്. ശ്രീ മഹാഭാഗവതം ആദ്യമേ തന്നെ 4 പാദങ്ങളിലായി കീർത്തനം രചിച്ചിട്ടുണ്ട്. ഈ കീർത്തനത്തിന് രചയിതാവ് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ അല്ലെന്നും പറയുന്നുണ്ട്. ഇതിനു മുമ്പ് ആദ്യം ഇറങ്ങിയ കീർത്തനം ഇതുമല്ല എന്നും പറയുന്നുണ്ട്. ഏതായാലും 60 വർഷങ്ങൾക്ക് മേലെയായി ഈ കീർത്തനം നമ്മൾ കേൾക്കുന്നുണ്ട്. നമ്മൾ മാത്രമല്ല, മറ്റു മതസ്ഥരും ഇത് ഏറ്റുപാടുന്നുമുണ്ട്. അത്രയ്ക്കും ഇത് പ്രശസ്തമായി മാറിയിരിക്കുന്നു. കീർത്തനത്തിൻ്റെ 1-ാം പാദം രാവിലെ ചൊല്ലുന്ന നാരായണ ജയ എന്ന് തുടങ്ങുന്ന ആ കീർത്തനത്തിൽ കെട്ടുകളായത് കർമ്മം പുരുഷന് കെട്ടുകളറ്റേ മുക്തി വരൂ ദൃഢം. കെട്ടുകളോ ഫലഭുക്ത്യാ തീരും കെട്ടായി ഇനിയും നാരായണ ജയ എന്നതാണ് ശരി. അതിന് ചിലർ കേട്ടായി ഇനിയും എന്നുള്ളത് പറയും. കാരണം ചില പുസ്തകങ്ങളിൽ അങ്ങനെ അച്ചടിച്ചിട്ടുണ്ട്. എന്നാൽ നമ്മൾ ആലോചിച്ചാൽ മതി. കെട്ടുകളായത് കർമ്മം പുരുഷൻ. ഇവിടെ പുരുഷൻ എന്ന് പറയുന്നത് പുരുഷന് മാത്രമല്ല, പുരുഷാരത്യ സ്ത്രീകൾ ഉൾപ്പെടുന്ന കെട്ടുകളായത് സർവ്വ ജീവജാലങ്ങൾക്കും. കെട്ടുകളായത് കർമ്മം പുരുഷന് കെട്ടുകൾ അറ്റേ മുക്തി വരും. നമ്മുടെ ഈ കർമ്മബന്ധത്തിൻ്റെ കെട്ട് വിട്ടെങ്കിലേ മുക്തി വരും. കെട്ടുകളോ പല ഭുക്തിയാ തീരും, കെട്ടുകൾ അനുഭവിച്ച് തീരും. കെട്ടായി ഇനിയും നാരായണ ജയ. അപ്പോൾ അവിടെ കെട്ടായി എന്ന് തന്നെ വായിക്കണം. പിന്നീട് ആ കീർത്തനത്തിൻ്റെ അവസാന ഭാഗത്തിൽ ബഹുജന്മാർജിത കർമ്മം അശേഷം തിരുമുൾക്കാഴ്ച നിനക്ക് ഇഹ വെച്ചേൻ, അങ്ങനെ തന്നെ വായിക്കണം. അതിന് ചിലർ ബഹുജന്മാർജിത കർമ്മം അശേഷം തിരുമുൾക്കാഴ്ച ഭവാനിഹ വെച്ചേൻ എന്ന് പറയും. അതിൻ്റെ ആവശ്യമില്ല. ഭഗവാനെ, ദൈവത്തെ ആണ് നമ്മൾക്ക് നീയെന്നും എല്ലാം വിളിക്കാനുള്ള അധികാരം. അവിടെ എഴുതിയത് തന്നെ നമ്മൾ വായിച്ചാൽ മതി. വേറെ ഒന്നും നമ്മൾ കയ്യിലിട്ട് വായിക്കണ്ട. അത് തന്നെ അതിൻ്റെ അർത്ഥം. അത് കഴിഞ്ഞിട്ട് ജനിമരണങ്ങൾ എനിക്കിനി വേണ്ട പരിപാലയമാം നാരായണ. അവിടെ ജനിമരണങ്ങൾ എന്ന് പറയുമ്പോൾ എനിക്കിനി വേണ്ട എന്ന് തന്നെയാണ് പറയേണ്ടത്. ചിലർ കൂട്ടത്തോടെ പറയും, ഒരാൾ തന്നെ മറ്റുള്ളവർക്ക് വേണ്ടി പറയും, ജനിമരണങ്ങൾ ഞങ്ങൾക്കിനി വേണ്ട. അങ്ങനെ ഒരിക്കലും പറയാൻ പാടില്ല. ജനനവും മരണവും എനിക്കിനി വേണ്ട എന്ന് അവനവൻ തന്നെയാണ് പറയേണ്ടത്. ഇങ്ങനെയാണ് 1-ാം പാദത്തിലെ ഈ തെറ്റുകുറ്റങ്ങൾ തിരുത്തേണ്ടത്. ഉച്ചത്തെ 2-ാം പാദം കീർത്തനം കൃഷ്ണരാമ ഹരേ കൃഷ്ണരാമ. ഇതിൽ കൃഷ്ണരാമ ഹരേ കൃഷ്ണരാമ ഹരേ കൃഷ്ണരാമ ഹരേ കൃഷ്ണരാമ ഹരേ വിഷ്ണുവംശോത്ഭവ കൃഷ്ണരാമ ഹരേ. അത് എന്താണെന്ന് അറിയാമേത് ചിലർ വിഷ്ണുവംശോത്ഭവ അല്ലെ വേറെ പലതും പറയാറുണ്ട്. വിഷ്ണുവംശത്തിൽ പിറന്ന യദുകുലത്തിൽ പിറന്ന കൃഷ്ണൻ എന്നതാണ്. ഇങ്ങനെ തന്നെ പറയണം. അല്ലാതെ അതിൻ്റെ അർത്ഥമറിയാതെ വൃഷ്ണിവം ശോഭവ ഇങ്ങനെയൊക്കെ തിരിച്ചു പറയുന്നുണ്ട്. വൃഷ്ണിവംശത്തിൽ, അതായത് യദുകുലത്തിൽ പിറന്ന ഭഗവാനെ എന്നാണ് പറയുന്നത്. 1-ാം പാദത്തിൽ നമ്മൾ ഭഗവാനെ സ്തുതിക്കുന്ന ഭാഗമാണ്. എന്നാൽ 2-ാം ഭാഗത്തിൽ പരീക്ഷിത്തിൻ്റെ കഥയാണ് 2-ാം പാദത്തിൽ പറയുന്നത്. ഇതിൽ ഉത്തമൻ ദിഗ്ജയ പണ്ട് ദുഷ്ടൻ കലി എന്നുള്ള ഭാഗത്ത് ഇത്ര നന്ന് ഈ യുഗം എന്ന് നമ്മൾ വായിക്കണം. ഇത്ര നന്നു യുഗം എന്ന് അച്ചടിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ വായിക്കരുത്. ഇത്ര നന്ന് ഈ യുഗം എന്ന് വെച്ചാൽ ഈ കലിയുഗത്തിൽ. ഊഢമോദേന നായാട്ടിനായി പോയവൻ കാട്ടിലെങ്ങും നടന്ന് ആർത്തിദാഹങ്ങളാൽ ആശ്രമേ ചെന്നു കണ്ടാൻ എന്ന് വായിക്കരുത്. ആശ്രമേ ചെന്നു കണ്ടാൻ മുനിപ്രൗഢനെ ധ്യാനമാർഗസ്ഥിതം കൃഷ്ണരാമാകരെ. ഒന്നുകൊണ്ടും നമുക്ക് ഇന്നി വയ്യ വിപത്തിന്നു തന്നെ വരുത്തണമേ തൽപരം. ഇന്നു ഞാൻ നിന്ദ്യനാകാനഹോ കാരണം ശാപശക്തി ബത കൃഷ്ണരാമാകരെ. അവിടെ ശാപശക്തി എന്ന് പറയണം. പുസ്തകത്തിൽ കോപശക്തി എന്ന് കൊടുത്തിട്ടുണ്ട്. അത് വായിക്കരുത്. ശാപം കൊണ്ടാണ് നിന്ദ്യനാവാൻ കാരണം. അതുപോലെ ഒന്നുകൊണ്ടും നമുക്ക് ഇന്നി വയ്യ വിപത്തിന്ന് വരുത്തേണേ അങ്ങനെയൊന്നും പറയരുത്. വിപത്തിന്നു തന്നെ, ഇന്നല്ല ഉച്ചാരണത് ഇന്ന, വിപത്തിന്നു തന്നെ വരുത്തേണമേ തൽഫലം. 3-ാം പാദം കീർത്തനം തുടങ്ങുന്നതും പരീക്ഷത്തിൻ്റെ
കാര്യമാണ്. ഇതിൻ്റെ രണ്ടാം ഭാഗത്തിൻ്റെ തുടർച്ചയാണ്. ഒന്നാം പാദം കാ വർഗത്തിൽ തുടങ്ങുന്ന അക്ഷരത്തിലായിരുന്നു. കരളി വിവേകം കാണുന്നു ചിലർ കിമവി വിചാരിച്ചിടുകിൽ, ഇങ്ങനെ കാ വർഗത്തിൽ. രണ്ടാം പദത്തിൽ അകാരാദി ആ ഇ ഇങ്ങനെ തുടങ്ങുന്ന അക്ഷരത്തിലാണ് രണ്ടാം പാദം. മൂന്നാം പാദം തുടങ്ങുന്നതും അകാരാദി അക്ഷരത്തിലാണ്. ആ ഇ ഇങ്ങനെ തുടങ്ങുന്നത്. കീർത്തനത്തിൻ്റെ അർത്ഥമായാലും ഭാഗവതം തുടങ്ങുമ്പോൾ അതിൽ വരുന്ന ചില വാക്കുകളുടെ അർത്ഥമായാലും വിദ്യാരംഭം പബ്ലിക്കേഷൻ തുടങ്ങിയ പുസ്തകങ്ങളിൽ താഴെ അതിനർത്ഥം കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ ചില പുസ്തകങ്ങളിൽ ഈ കഥയുടെ കഥാസാരം പോലുമുണ്ട്. എന്നാൽ ജനങ്ങൾ അതൊന്നും ശ്രദ്ധിക്കാത്തതാണ് ഇതിനെല്ലാം കാരണം. ഇതെല്ലാം നമുക്ക് വേണ്ടി അച്ചടിച്ചിട്ടുള്ളതാണ്, നമുക്ക് വായിക്കേണ്ടതാണ്. ഇപ്പോൾ മൂന്നാം പാദത്തിൽ തുടങ്ങുന്ന വരിയിൽ മൂന്നാം പാദത്തിൽ എത്രയും നന്നു വൈദുഷ്യം പൂവത് പ്രശ്നം ഈവണ്ണം വേണ്ടു, അവിടെ ഒരു കുത്തും കോമയുണ്ട്. മഹാജനം നിഷ്ഫലം ഭ്രമിച്ചിടുന്നു, അവിടെയും കുത്തും കോമയുണ്ട്. ഇത് ശ്രദ്ധിക്കാതെ എത്രയും നന്നു വൈദുഷ്യം പൂവത് പ്രശ്നം ഈവണ്ണം വേണ്ടു മഹാജനം നിഷ്ഫലം ഭ്രമിച്ചിടുന്ന ഭൂപൻ്റെ, അടുത്ത വരി നിഷ്ഫലം ഭ്രമിച്ചിടുന്ന ഭൂപൻ്റെ എന്ന് പറയും. അതെല്ലാം മഹാതെറ്റാണ്. ഭൂപൻ്റെ അതായത് ഭൂപൻ്റെ ലക്ഷണം നല്ലു, പരീക്ഷത്തിൻ്റെ ഈ ലക്ഷണം നല്ലു എന്നാണ് പറയുന്നത്. സുഖബ്രഹ്മർഷി പറയുന്നതായിട്ട് എത്രയും നന്നു വൈദുഷ്യം ഭൂപതേ പ്രശ്നം ഈ വണ്ണം വേണ്ടു. അതായത് ഈ ഭഗവത് കഥ കേട്ടുകൊണ്ട് ഈ പ്രശ്നത്തിന് പരിഹാരമുണ്ടാവും. എത്രയും നന്നു വൈദുഷ്യം ഭൂപതേ പ്രശ്നം ഈ വണ്ണം വേണ്ടു, അവിടെ ഒരു കുത്തും കോമയുള്ളത് കാണാതെ പോകുന്നു. മഹാജനം നിഷ്ഫലം ഭ്രമിച്ചിടുന്നു, ജനങ്ങളാണ് നിഷ്ഫലം ഭ്രമിച്ചിടുന്നത്. ഭൂപൻ്റെ ലക്ഷണം നല്ലു, ഭഗവാന്റെ അതായത് പരീക്ഷത്തിൻ്റെ ലക്ഷണം നല്ലതാണ് എന്നാണ് പറയുന്നത്. നാലാം പാദം തുടങ്ങുന്നത് കാ വർഗത്തിലാണ്. ക കി അങ്ങനെ തുടങ്ങുന്ന അക്ഷരത്തിലാണ് നാലാം പാദം തുടക്കം. അതിൽ കീറിക്കളഞ്ഞ കിറു എന്ന് ചിലർ വായിക്കും. എന്താണ് എഴുതി വെച്ചേക്കുന്നതിന് അർത്ഥം പോലും അറിയാതെ കീറിക്കളഞ്ഞ എകിർ കൊണ്ട് ആ മഹാസുരനെ വാരാഹസിംഹം ഉയരത്താക്കി ഭൂമിയെയും, അതായത് ഹിരണ്യാക്ഷനെ വരാഹമൂർത്തിയായിട്ട് മഹാവിഷ്ണു അവതരിച്ച് അതിൻ്റെ തേറ്റ കൊണ്ട് കീറിക്കളഞ്ഞു. അതായത് എകിർ എന്ന് വെച്ചാൽ തേറ്റപ്പല്ല്, എകിർ എന്ന് വെച്ചാൽ തേറ്റാപ്പല്ല് എന്നതാണ്. അതിനും അറിയാൻ വയ്യാതെ കീറിക്കളഞ്ഞ കിറു എന്ന് വായിക്കുന്നത്. കീറിക്കളഞ്ഞ എകിർ കൊണ്ട് ആ മഹാസുരനെ വാരാഹസിംഹം ഉയരത്താക്കി ഭൂമിയെയും. അടുത്ത വരിയിൽ കുറ്റം വരാതെ ബലിയാഗത്തിൽ മാണിവപുരറ്റം വരാതുലകു വീണ്ടേഷു മുച്ചുവിടാൻ വില്ലാളിമാരെ യുധി 37 വട്ടം ഇഹ കൊല്ലുന്ന രാമ എന്ന് പുസ്തകത്തിൽ അച്ചടിച്ചിട്ടുണ്ട്. അങ്ങനെ വായിക്കരുത്. കൊല്ലുന്ന എന്ന് പറയുമ്പോൾ ഇനി വരുന്ന കാലമാണ്. 37 വട്ടം കൊന്നൂര് രാമഹരി, 21 വട്ടം പരശുരാമൻ ക്ഷത്രിയരെ കൊന്നൊടുക്കി. അതാണ് പറയുന്നത്. കൊന്നൂര് രാമഹരി എന്ന് പറയണം. കെൽപ്പേറിനൊരു യദുവംശേ പിറന്ന ഹരി മുപ്പാരുമേവ പരിപാലിച്ചു കൃഷ്ണനഥ അപ്പാഴരെ കലിയുഗാന്ധെ വധിച്ചിടുവതുൽപ്പന്ന കൽക്കിതന് എന്ന് വായിക്കും. കൽക്കിതന് അതെന്താ? അത് ശ്രദ്ധിച്ച് വായിക്കണം. ഉൽപ്പന്ന കൽക്കി തനു, കൽക്കിയുടെ രൂപം. തനു എന്ന് പറഞ്ഞാൽ ശരീരം അല്ലെങ്കിൽ രൂപം എന്നാണ്. രാവിലെ നാരായണായ ജയ, വൈകുന്നേരം നാരായണായ നമ. അടുത്ത വരിയിൽ കേട്ടാ നരാധിപൻ ഈ വണ്ണം രമേശകഥ പെട്ടെന്നുറച്ചു ഭഗവൽ ദ്രൂപം. ഈ ഒരു വാക്ക് അനേകം വട്ടം വരുന്നുണ്ട്. ഭഗവൽ രൂപം എന്ന് വായിക്കണം. ഭഗവൽ രൂപം. ഭഗവൽ രൂപം ഉള്ളിലഥ കഷ്ടം കടിച്ചു എന്ന് വായിക്കും. അവിടെ കുത്തും കോമയും കിടപ്പുണ്ട്. കഷ്ടം എന്ന് പറയുകയാണ്. പിന്നെ അടുത്ത വരിയിലാണ് കടിച്ചു എന്നുള്ളത്. അപ്പോൾ വായിക്കേണ്ടത് കേട്ടാ നരാധിപൻ ഈ വണ്ണം രമേശകഥ പെട്ടെന്ന് ഉറച്ചു ഭഗവൽ രൂപം ഉള്ളിൽ അഥ കഷ്ടം കടിച്ചു മുനി വാക്യേന തക്ഷകനും ഇഷ്ടം നൃപന് ഇക നാരായണായ നമ. അങ്ങനെ വായിക്കണം. നാലാം പാദത്തിൽ
കൗതൂഹലം മനസ്സി മറ്റൊന്നിലിത്ര നഹി. ഈ നഹി എന്ന വാക്ക് സംസ്കൃതത്തിലും ഹിന്ദിയിലും ഒന്ന് തന്നെയാണ്, ഇല്ല എന്നുള്ളത്. കൗതൂഹലം മനസ്സിൽ മറ്റൊന്നിലിത്ര നഹി. വേദാന്ത സാരമത് കേൾപ്പുണ്ടു ഭാഗവതം. വേദം വ്യസിച്ച മുനി മോദം വരാഞ്ഞ് പുനർ ഏതച്ചകാര കില നാരായണായ നമ. അല്ലാതെ ആൾക്കാർ വായിക്കുന്നത് അഖില, ഏതച്ചകാര അഖില എന്നൊക്കെ വായിക്കാറുണ്ട്. ഏത അപ്രകാരം, ചകാര ചമച്ചു, കില ചമച്ചു, പോലും. കിലയുടെ അർത്ഥം പോലും എന്ന, ചമച്ചു പോലും എന്നതാണ്. അപ്പോൾ വായിക്കുന്നത് കൗതൂഹലം മനസ്സിൽ മറ്റൊന്നിൽ ഇത്ര നഹി. വേദാന്ത സാരമത് കേൾപ്പുണ്ട് ഭാഗവതം. വേദം രസിച്ച മുനി മോദം വരാഞ്ഞ് പുനർ ഏതച്ചകാര കില നാരായണായ നമ. വേദത്തെ വിസ്തരിച്ച മുനിക്ക് മോദം വരാതായപ്പോൾ ഇപ്രകാരം ചമച്ചു എന്നാണ് പറയുന്നത്. അവസാനത്തെ പുരാണം നാരദ ബ്രഹ്മർഷി പറഞ്ഞ പ്രകാരം ഏതച്ചകാര കില അങ്ങനെ വായിക്കണം. നാരായണായ നമ എന്നുള്ള മന്ത്രപദം ആരെങ്കിലും ജപത് ചേരും മുകുന്ദപദം. തീരാത്ത സംസൃതി വിഷം തീരും എന്നറിയ മാലോകരെ ജപത നാരായണായ നമ. അങ്ങനെയാണ്, അല്ലാതെ തീരാതെ ആ താ അടിച്ചേക്കുന്നത് വൃത്തവും അലങ്കാരവും ഛന്ദസ്സും അനുഷ്ഠുപ്പും പ്രാസവും ഒക്കെ വെച്ചാണ് എഴുത്തച്ഛൻ കവിത രചിച്ചിരിക്കുന്നത്. അതുപോലെ ഈ കവിതയിലും ഈ കീർത്തനത്തിലും അതാരെഴുതിയാലും അതിലും അപ്രകാരമാണ് ചമച്ചിരിക്കുന്നത്. അപ്പോൾ അവിടെ തീരാത, ഉദാഹരണം പറയാം, വല്ലാതെ കൃശംസകാദികൾ അത് കണ്ടിട്ട് അങ്ങനെ ഒരു വരി ഭാഗവത്തിലുണ്ട്. അങ്ങനെ ആ താ ഒരുപാട് എടുത്ത് കിടപ്പുണ്ട്. അവിടെ നമ്മൾ ഇത്ത എന്ന് വേണം അതിൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ. അപ്പോൾ വല്ലാത്ത കൃശമശകാദികൾ എന്നതുപോലെ തീരാത്ത എന്ന് നമ്മൾ പറയണം. ചിലർ തീരാതെ, അതാണ് ഏറ്റവും വലിയ കുഴപ്പം. തീരാത എന്ന് പറഞ്ഞാലും വേണ്ടിയില്ലായിരുന്നു, പക്ഷേ തീരാതെ എന്താണ് എഴുതിയേക്കുന്നതിൻ്റെ അർത്ഥം പോലും അറിയാതെയാണ് സപ്താഹ യജ്ഞത്തിന് പൗരാണികർ പോലും ആചാര്യം പോലും സംസാരിക്കുന്നത്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. തീരാത്ത സംസൃതി, അതായത് തീരാത്ത ഏത് വിഷമായാലും ഈ നാരായണ നാമം കൊണ്ട് തീരും എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ ലോകം എന്നാണ്. തീരാത്ത സംസൃതി വിഷം തീരും. ഈ ലോകത്തിൽ തീരാത്ത വിഷങ്ങളെല്ലാം തീരും, എല്ലാ വിഷവും തീരും. മാലോകരെ നാരായണ നാമം ജപിക്കുക എന്നതാണ് അതിൻ്റെ അർത്ഥം. ഇതിൻ്റെ എല്ലാ അർത്ഥങ്ങളും അതിൻ്റെ താഴെയുണ്ട്. ഇത് അതാണ് പഠിക്കാൻ പറയുന്നത്. പഠിച്ചെങ്കിൽ മാത്രമേ നമുക്കത് മനസ്സിലാവുകയുള്ളൂ. പഠിച്ചിട്ട് വേണം എടുത്ത് പ്രയോഗിക്കാൻ. അല്ലാതെ നമ്മൾ എന്തെങ്കിലും കണ്ടുകൊണ്ട് പെട്ടെന്ന് എടുത്ത് ചാടരുത്. ഇത് 4 പാദത്തെക്കുറിച്ചാണ് ഇത്രയും നേരം പറഞ്ഞത്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് വെച്ചാൽ ഭാഗവതത്തിൻ്റെ മൂലമന്ത്രം ഏതാണെന്ന് ഒട്ടുമിക്ക പേർക്കും അറിയത്തില്ല. ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന് 12 അക്ഷരമുണ്ട്. അതിന് ദ്വാദശാക്ഷരി എന്നാണ് പറയുന്നത്. ആ 12 അക്ഷരത്തിലുള്ള ദ്വാദശാക്ഷരിയാണ് ഇതിൻ്റെ മൂലമന്ത്രം. ഓം നമോ ഭഗവതേ വാസുദേവായ. നമ്മൾ ആദ്യം സ്തുതിക്കുമ്പോൾ നമ്മൾ സ്തുതിക്കുന്ന ഭാഗത്ത് മാർക്കണ്ഡേയ മുനിയെ കൂടി സ്തുതിക്കണം. കാരണം പുരാണങ്ങളുടെ ആചാര്യൻ അദ്ദേഹമാണ്. പുരാണങ്ങളുടെ കർത്താവാണ് വേദവ്യാസൻ. ശ്രീ ശിവഭഗവാൻ മാർക്കണ്ഡേയ മുനിയെ പുരാണങ്ങളുടെ ആചാര്യനായി കൽപ്പിച്ചതാണ്. അതുകൊണ്ട് നമ്മൾ പലരെയും സ്തുതിക്കുന്ന കൂട്ടത്തിൽ ശ്രീ മാർക്കണ്ഡേയ മുനിയും സ്തുതിക്കണം. അതുപോലെ കേരളത്തിൽ സപ്താഹം ആദ്യമായി നടത്തിയത് കരുവാറ്റ ശ്രീരാമഭദ്രാനന്ദ ഗുരുവാണ്. അപ്പോൾ ശ്രീരാമഭദ്രാനന്ദ പരമസദ്ഗുരവേ എന്ന് അതും കൂടി സ്തുതിക്കണം. പിന്നീട് ആദിത്യനെ സ്തുതിക്കണം. കാരണം സപ്താഹയജ്ഞം നടത്താൻ ഗോകർണന് ഉപദേശിച്ചു കൊടുത്തത് സൂര്യഭഗവാനാണ്. എല്ലാത്തിൻ്റെയും കർമ്മസാക്ഷി ആയതുകൊണ്ട് അദ്ദേഹത്തിനെ ഒരിക്കലും നമ്മൾ ഒഴിവാക്കരുത്. ഇതിൻ്റെ 1ാമത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാക്കുന്നു. നമസ്കാരം.